ഇറാനിൽ തീമഴ പെയ്യിക്കുമ്പോഴും തികഞ്ഞ ആശ്വാസത്തിലായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം നീളുന്തോറും സ്വന്തം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, തനിക്കെതിരായ അഴിമതി കേസിലും വിചാരണ ഉണ്ടാകില്ല. കാരണം ഇസ്രായേൽ യുദ്ധത്തിലാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രിയെ തളർത്തുന്ന ഒന്നും ചെയ്യില്ല. പക്ഷേ ഇറാനുമായുള്ള യുദ്ധം പ്രതീക്ഷിച്ച ഫലം കാണാത്തതിൽ നിരാശനായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത് അത്ര നല്ല സമയമല്ല. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെ വിചാരണയും തുടങ്ങാനിരിക്കുകയാണ് കോടതി. അഴിമതി കേസിലെ ഇസ്രായേൽ കോടതി നടപടികളും വിചാരണയും ഞായറാഴ്ച പുനരാരംഭിക്കും. രാജ്യത്തെ സ്ഥിതിഗതികൾ എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് കോടതി നടപടികൾ പുനരാരംഭിക്കുന്നത് എന്ന് കോടതി വക്താവ് അറിയിച്ചിട്ടുണ്ട്. 6 വർഷമായി നെതന്യാഹു അഴിമതി കേസിൽ കോടതി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കേസുകളാണ് നെതന്യാഹുവിനെതിരെ. അതിൽ ഒന്നാമത്തെ കേസിൽ നെതന്യാഹുവിന്റെ ഭാര്യ സാറയും ഉൾപ്പെട്ടിട്ടുണ്ട്. ശതകോടീശ്വരന്മാരിൽ നിന്ന് $26,000 വരുന്ന സിഗരറ്റും ഷാംപെയിനും ആഭരണങ്ങളും വാങ്ങിയെന്ന കേസിലാണ് നെതന്യാഹുവിനൊപ്പം ഭാര്യ സാറയും പ്രതിയായിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. വലിയ ഒരു കുരുക്കാണ് നെതന്യാഹുവിനെതിരെ വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ധാരാളം പഴി നെതന്യാഹു സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ നേരിടുന്നുണ്ട്. ഇറാനെ ലോകത്തിന് മുന്നിൽ വലുതാക്കി ചിത്രീകരിക്കുന്നതിന് ഇസ്രായേൽ വഴിയൊരുക്കി എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം. ഈ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് കോടതി നടപടികളും പുനരാരംഭിക്കുന്നത് എന്നത് നെതന്യാഹുവിനെ പ്രതിസന്ധി രൂക്ഷമാക്കും. അധികാരത്തിലിരിക്കെ വിചാരണ നേരിടുന്ന ആദ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും നെതന്യാഹുവിന് ഇപ്പോൾ തന്നെയുണ്ട്. മാത്രമല്ല, കേസിൽ തന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് നീട്ടണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹു സമർപ്പിച്ചിരുന്ന ഹർജിയും കോടതി നേരത്തെ തള്ളിയതാണ്. ഹർജി തള്ളിയതും ഇപ്പോൾ കേസ് നടപടികൾ പുനരാരംഭിക്കുന്നതും പരിശോധിച്ചാൽ കേസിൽ നെതന്യാഹുവിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഉറപ്പായും പറയുന്നത്. അതിനിടെ ഇറാനുമായി US ഏർപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നാണ് പുതിയ ചില പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായ റൂബൻ അസർ ഇന്ത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞതും ഇക്കാര്യമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഇസ്രായേലിന്റെ ഇന്ത്യൻ സ്ഥാനപതി പറയുന്നത്. അതിന് കാരണമായി റൂബൻ അസർ പറയുന്നത് പ്രധാനമായും പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന വിമർശനമാണ്. തങ്ങൾ പോലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അമേരിക്കയെയാണ് സമീപിക്കുന്നത്. അങ്ങനെയൊരു ലോകക്രമത്തിൽ പാകിസ്ഥാൻ എങ്ങനെ അമേരിക്കയെ അങ്ങോട്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കും എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ വിമർശനം. ഇതിന് ഒരു തരത്തിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, ലെബനനുമായി ഇസ്രായേൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് നെതന്യാഹു പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും. വെടിനിർത്തൽ കരാറിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കിയാണ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. ഹിസ്ബുള്ള നേതാവ് നഈം ഖാസിമിന്റെ സെക്രട്ടറി അലി യൂസഫ് ഹർഷിയെ ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ലെബനൻ വെടിനിർത്തലിന്റെ ഭാഗമാണ് എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ അങ്ങനെയല്ല എന്നാണ് US-ഉം ഇസ്രായേലും വാദിക്കുന്നത്. ഈ തർക്കം അതേപടി നിലനിൽക്കുന്നതും ഇതും പറഞ്ഞ് ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുന്നതും തുടരുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലും അതിന്റെ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് ഭാഗികമായി തുറക്കാൻ തീരുമാനിച്ചിരുന്ന ഇറാൻ പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുമുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള അടക്കമുള്ളവരെ ആക്രമിക്കരുത് എന്ന് വെടിനിർത്തൽ നിർദ്ദേശത്തിലുണ്ട് എന്ന ഇറാൻ നിലപാട് തള്ളി ലെബനനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ നടപടിയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ വെടിനിർത്തലിന്റെ ഭാവി എങ്ങോട്ട് എന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഹോർമൂസിൽ പൂർവ്വസ്ഥിതി തുടരാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ UK, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ മധ്യസ്ഥതയ്ക്കായി രംഗത്തെത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഒരളവ് വരെ വിജയം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് വെറുമൊരു നയതന്ത്ര വിജയം എന്നതിനേക്കാൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനുള്ള നിർബന്ധിത നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആഭ്യന്തരവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും കരസേന മേധാവി ജനറൽ അസിം മുനീറിനും മറ്റൊരു വഴിയില്ലായിരുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയും ഗൾഫ് മേഖലയും അഭേദ്യമായ ബന്ധമുണ്ട്. ഇറാൻ US യുദ്ധം നീണ്ടുപോയാൽ ഇന്ധന ഇറക്കുമതി തടസ്സപ്പെടുകയും രാജ്യത്തെ ഇന്ധന വില 20% വർദ്ധിക്കുകയും ചെയ്യും. ഇത് രാജ്യത്ത് വലിയ പണപ്പെരുപ്പത്തിനും ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിക്കുമെന്ന് ഷെരീഫ് സർക്കാർ ഭയപ്പെട്ടു. കൂടാതെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നല്ലൊരളവ് വരെ പിടിച്ചു നിർത്തുന്നത് ഗൾഫിലുള്ള 50 ലക്ഷത്തോളം പാകിസ്ഥാൻകാരുടെ വരുമാനമാണ്.
യുദ്ധം നീണ്ടുപോയാൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുമെന്നും പാക് സർക്കാർ മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിൽ കണ്ടാണ് മധ്യസ്ഥതയുടെ വേഷം പാകിസ്ഥാൻ സ്വയം എടുത്തെണിഞ്ഞത്. ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തി എന്ന നില ഒഴിവാക്കാൻ അമേരിക്കയും പാകിസ്ഥാനെ പാലമായി ഉപയോഗിച്ചു. ഇറാന്റെ IRGCയുമായി ബന്ധമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെന്ന നിലയിൽ ഇറാൻ പാകിസ്ഥാനെ വിശ്വസിക്കുമെന്നായിരുന്നു അമേരിക്ക കരുതിയത്. എന്നാൽ പാകിസ്ഥാനിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ ഇറാൻ സ്വീകരിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ അതിർത്തിയിലെ സുരക്ഷാ ഭീഷണികളും പാകിസ്ഥാനെ അലട്ടുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം, ബലൂചിസ്ഥാനിലെ അസ്ഥിരത, ഊർജ്ജക്ഷാമം എന്നിവ ഒഴിവാക്കാൻ ഈ സമാധാന ശ്രമങ്ങൾ അത്യാവശ്യമായിരുന്നു. എന്തായാലും ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ പാകിസ്ഥാൻ ഭരണത്തിന് പോലും അതിനിർണായകമാണ്. വെടിനിർത്തൽ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷഹബാസ് ഷെരീഫ്, അസിം മുനീർ നേതൃത്വത്തിനായിരിക്കും. ഇത് പാക് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. അതോടൊപ്പം മധ്യസ്ഥത വിജയിച്ചാൽ ബലൂചിസ്ഥാൻ തീവ്രവാദികളെ നേരിടുന്നതിലും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇറാന്റെ സഹകരണം ഉറപ്പാക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ നേട്ടങ്ങളും പാകിസ്ഥാനുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികവുമായുള്ള ലാഭക്കണ്ണിലൂടെ തന്നെയാണ് ഇറാൻ US മധ്യസ്ഥതയ്ക്ക് പാകിസ്ഥാൻ കുപ്പായമണിഞ്ഞത്.